Welcome you all to the video on gradually varied flow of fifth module of fluid mechanics and hydraulics. നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടതാണ്. അതായത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സ്പെസിഫിക് എനർജി ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പെസിഫിക് എനർജി ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. സ്പെസിഫിക് എനർജി കേർവ് ആൻഡ് ഇറ്റ്സ് ഡയഗ്രാം ഇൻ ഡീറ്റെയിൽ, ആൾട്ടർനേറ്റ് ഡെപ്ത്സ് എന്താണ് കണ്ടു, മിനിമം സ്പെസിഫിക് എനർജി എന്താണ് കണ്ടു, ക്രിട്ടിക്കൽ ഡെപ്ത് എന്താണ് കണ്ടു. പിന്നെ നമ്മൾ ഡിസ്ചാർജ് ഡയഗ്രാം കണ്ടു, ക്രിട്ടിക്കൽ ഫ്ലോ, സബ് ക്രിട്ടിക്കൽ ഫ്ലോ, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടു, ക്രിട്ടിക്കൽ ഫ്ലോന്റെ കണ്ടീഷൻ Q²T/GA³ = 1 കണ്ടു. പിന്നെ ക്രിട്ടിക്കൽ ഡെപ്ത്, ക്രിട്ടിക്കൽ വെലോസിറ്റി, മിനിമം സ്പെസിഫിക് എനർജി ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കണ്ടു അല്ലേ. ഇനി നമ്മൾ നോൺ യൂണിഫോം ഫ്ലോയുടെ ബേസിക് ക്ലാസിഫിക്കേഷനായ ഗ്രാജുവലി വേരിയഡ് ഫ്ലോ ആൻഡ് റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോയിലേക്കാണ് പോകുന്നത്. ആൻഡ് ഈ വീഡിയോയിൽ മോർലി we will focus on gradually varied flow. So before that, let us see what is non-uniform flow. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് യൂണിഫോം ഫ്ലോ എന്ന്. അതായത് ത്രൂ ഔട്ട് ദ സെക്ഷൻ if the flow parameters does not change, we can say that flow as uniform flow. അതേപോലെ നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ if the flow parameters changes, flow parameters or flow properties changes or are not constant, അങ്ങനെയുള്ളതിന് നമുക്ക് എന്ത് പറയാം? നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയാം. Throughout the length of a channel, throughout the reach of a channel, if these flow parameters change, what are the flow parameters like depth, velocity, discharge, ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം അതിന്? നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയാം. ഇനി ഈ നോൺ യൂണിഫോം ഫ്ലോന് രണ്ട് ബേസിക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തതാണ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ, രണ്ടാമത്തതാണ് റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ. അപ്പം ഞാനിപ്പം തന്നിരിക്കുന്ന റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോവിൻ്റെ ഫിഗേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അതായത് സ്പോണ്ടേനിയസ് ആയി ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഇതിൻ്റെ ഫ്ലോ പാരാമീറ്റേഴ്സ് റാപ്പിഡായിട്ട് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ, ഫ്ലോ പാരാമീറ്റേഴ്സ് റാപ്പിഡ് ചേഞ്ചസ് ആയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മളൊന്ന് കണ്ണ് തുറന്ന് വരുമ്പോഴേക്ക് നെക്സ്റ്റ് ചേഞ്ചസ് ആയി, നമുക്ക് വെരി നെക്സ്റ്റ് സെക്കൻഡ് എത്രയൊക്കെ ചേഞ്ചസ് വരുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഒക്കെയാണ് നമുക്ക് എന്ത് പറയാം? റാപ്പിഡ് ചേഞ്ചസ് അല്ലെങ്കിൽ റാപ്പിഡ് വേരിയഡ് ഫ്ലോ എന്ന് പറയാം. സി ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റാപ്പിഡ് വേരിയഡ് ഫ്ലോ. ദിസ് ഈസ് എ മൗണ്ടേനിയസ് സ്ട്രീം. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത് നമുക്കിത് ആ ഫ്ലോ പ്രോസസ്സ് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ സ്ഥലത്തും എങ്ങനെയായിരിക്കും ഇത് ഉണ്ടാവുക, എത്രമാത്രം ഡെപ്ത് കൂടും, എത്രമാത്രം വെലോസിറ്റി കൂടും, നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ ഇതൊരു സ്പിൽവേ ആണ്, ഡാമിൽ തുറന്നു വരുന്ന സ്പിൽവേ ആണ്. അപ്പം ഇതിന്റെ അളവ് എത്രയെന്നനുസരിച്ച് ഇതിന്റെ വെലോസിറ്റി മാറും, ഡെപ്ത് മാറും, നമ്മൾ തുറന്നു വിടുന്നതിനനുസരിച്ച് ഇതെല്ലാം മാറും. അപ്പൊ ഇത് വന്ന് അങ്ങോട്ട് വീഴുമ്പോഴേക്കും ഇതിന്റെ ഡെപ്ത് എത്രമാത്രം വേരി ചെയ്യുന്നു നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ ഗേറ്റ് തുറക്കുമ്പോൾ താഴേക്ക് വീഴുന്ന വെള്ളത്തിന്റെ ഇതിന്റെ ചേഞ്ചസ് നമുക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ടൈമിനുള്ളിൽ റാപ്പിഡ് ആയിട്ട് ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ. നേരെ തിരിച്ചാണ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ. അവിടെയും ഫ്ലോ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ചെറിയ ടൈമിനുള്ളിൽ വലിയ ചേഞ്ചസ് ആയിട്ട് വരുന്നില്ല, ഗ്രാജുവൽ ചേഞ്ചസ് ആണ് വരുന്നത്. ചേഞ്ചസ് ആർ ഗ്രാജുവൽ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ ഞാനൊരു ഡാമിൻ്റെ ഫിഗറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡാമിൻ്റെ അകത്ത് മഴവെള്ളം വന്നു കഴിയുമ്പോൾ റിവറിൻ്റെ അകത്ത് ഫ്ലോ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡാമിലെ വെള്ളത്തിന് ഹൈറ്റ് കൂടും. പക്ഷെ നമുക്കറിയാം ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ അവറിലും അല്ലെങ്കിൽ ഓരോ ഡേയിലും ഈ വാട്ടർ ഹൈറ്റ് എത്രമാത്രം കൂടുന്നുണ്ട് നമുക്ക് മെഷറബിൾ ആണല്ലേ. നമുക്ക് കാണുന്ന കാഴ്ച ഇത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, ഇത്ര മീറ്റർ കൂടി ഇത്ര മീറ്റർ കുറഞ്ഞു, മഴ കുറയുന്നതിനനുസരിച്ച് കുറഞ്ഞു, നമുക്ക് ആ ചേഞ്ചസ് മെഷർ ചെയ്ത് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ വിസിബിൾ ചേഞ്ചസ് ആണ്, നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചേഞ്ചസ് ആണ്. അത് ഈവൻ വെരി നിയർ ടു ദ ഡാം പോയിന്റ് ആവട്ടെ, ടു ഫാർ അവേ ഫ്രം ദ ഡാം പോയിന്റ് ആവട്ടെ, ഇവിടെയാണോ നോക്ക്, ഫ്രം ഹിയർ ടു ഈ സ്ട്രക്ചറിൽ ഓരോ സ്ട്രക്ചറിലും എങ്ങനെയാണ് ഈ ഫ്ലോ ഡെപ്ത് ഉള്ളത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ വാട്ടർ സർഫസിന്റെ പ്രൊഫൈൽ ഒന്ന് വരയ്ക്കണമെങ്കിൽ, സപ്പോസ് ഇഫ് ഐ ഹാവ് എ ഡാം ലൈക്ക് ദിസ്, ഓക്കെ, ഇതൊരു ഡാം ക്രോസ് സെക്ഷൻ എന്ന് നോക്കുക വിചാരിക്കുക. ഇതുവഴി റിവർ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ ഹാവ് എ ഡാം ലൈക്ക് ദിസ് അപ് ടു ദിസ് ഹൈറ്റ്, ഇവിടെയുള്ള വാട്ടർ ഡെപ്ത് ഇത് ഫ്ലോ ചെയ്ത് ഇവിടെ എന്തായാലും it cannot flow further forward. So what happens to the initial water depth? ഇതാണ് ഈ ചാനലിന്റെ ഇനീഷ്യൽ വാട്ടർ ഡെപ്ത് അല്ലെങ്കിൽ റിവറിന്റെ ഇനീഷ്യൽ വാട്ടർ ഡെപ്ത് എന്ന് പറഞ്ഞു വിചാരിച്ചു. വൺസ് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിവർ ഡെപ്ത്, ഈ വാട്ടർ സർഫസ് പ്രൊഫൈൽ മെല്ലെ അങ്ങ് ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പോൾ ഫൈനൽ വാട്ടർ സർഫസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക.
ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഓരോ പോർഷനും എത്രമാത്രം ഹൈറ്റിലാണ് ഉള്ളത് എന്ന്, അതായത് ഇവിടെയുള്ള പോയിന്റ് എത്ര വാട്ടർ ഡെപ്ത് ഉണ്ട്, ഇവിടെയുള്ള പോയിന്റിൽ അതിനെക്കാട്ടി കൂടുതൽ ഉണ്ടാവും, ഇവിടെയുള്ളത് അതിനെക്കാട്ടിയും കൂടുതൽ, അതിനെക്കാട്ടിയും കൂടുതൽ ഉണ്ടാവും, അതിനെക്കാട്ടിയും കൂടുതൽ ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ ചേഞ്ചസ് ഈ സർഫസ് പ്രൊഫൈൽ എനിക്ക് എന്താ നമുക്ക് കണ്ട് മനസ്സിലാക്കാനും മെഷർ ചെയ്തെടുക്കാനും അതിന്റെ പ്രൊഫൈൽ വരച്ചെടുക്കാനും പറ്റും. അങ്ങനെ ഈ ചേഞ്ചസ് ഗ്രാജുവൽ ആയിട്ട് വരുന്ന ഈ ചേഞ്ചസ് ഉള്ള ഫ്ലോസിനെയാണ് നമ്മൾ ഗ്രാജുവലി വേരിയഡ് ഫ്ലോ എന്ന് പറയുന്നത്. ഇതൊരു ഡാമിന്റെ കേസിലാണെങ്കിൽ നേരെ മറിച്ച് ഇതേ ഈ താഴെ കാണുന്ന എക്സാമ്പിൾ ഒരു വയറിന്റെ കേസിലാണ്, ഒരു തടയണ. ഓക്കെ, വേറാണ് സ്ട്രക്ചർ, ഒരു ഡ്രോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്സ്ട്രീം പോർഷനിൽ ഇവിടെയുള്ള വാട്ടർ ചേഞ്ചസ്, വാട്ടറിന്റെ ഡെപ്ത് ചേഞ്ച് ആകുമ്പോൾ, വെലോസിറ്റി ചേഞ്ച് ആകുമ്പോൾ അതൊക്കെ നമുക്ക് ഈസിലി ഐഡന്റിഫയബിൾ, ആ ചേഞ്ചസ് ഗ്രാജുവൽ ആണ്, അവിടെ നമുക്ക് ഈസിലി ഐഡന്റിഫയബിൾ ആണ്, മെഷറബിൾ ആണ്. ആ രീതിയിലുള്ള ഫ്ലോസിനെ നമുക്ക് എന്ത് പറയാം, ഗ്രാജുവലി വേരിയഡ് ഫ്ലോ എന്ന് പറയും. നേരെ മറിച്ച് ഇവിടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇതൊരു റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോവിനും റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോവിനെ കുറിച്ചും പറയാനുള്ളത്. ഇനി നമുക്ക് dynamic equation for gradually varied flow derive ചെയ്യാം. So let us see dynamic equation of gradually varied flow, or it is known as differential equation for gradually varied flow. അപ്പോൾ ഈ equation derive ചെയ്യാൻ വേണ്ടിയിട്ട് first we are assuming, or we are following some assumptions. So let us see what are those assumptions. ചില സമയത്തെ എക്സാമിന് discuss briefly about the assumptions used for the deriving differential equation of gradually varied flow എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ assumptions എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓരോരോ assumptions ആയിട്ട് നമുക്ക് നോക്കിപ്പോവാം. So the first assumption is the pressure distribution at any section is assumed to be hydrostatic. Okay, and the second assumption is the flow equation, the uniform flow equation can be used. അതായത് നമുക്ക് യൂണിഫോം ഫ്ലോ പഠിച്ചപ്പോൾ നമ്മൾ രണ്ട് ബേസിക് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? ഒന്ന് ചെസീസ് ഇക്വേഷൻ ആയിരുന്നു, രണ്ടാമത്തത് മാനിങ്സ് ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും യൂണിഫോം ഫ്ലോന്റെ ഇക്വേഷൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇക്വേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത്? V is equal to C root RS RS naught ആയിരുന്നു, ചാനൽ ബെഡ് സ്ലോപ്പ് ആയിരുന്നു. Again for Manning's formula it is 1 by n r raised to 2 by 3 s naught raised to half ആയിരുന്നു. Again s എന്താണ്? ചാനൽ സ്ലോപ്പ് ആയിരുന്നു, ചാനൽ ബെഡ് സ്ലോപ്പ് ആയിരുന്നു. പക്ഷേ നമ്മളിവിടെ യൂണിഫോം ഫ്ലോ അല്ല, നോൺ യൂണിഫോം ഫ്ലോയിൽ, അതായത് ഗ്രാജുവലി വേരിയഡ് ഫ്ലോയിലാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. ഒരു ഗ്രാജുവലി വേരിയഡ് ഫ്ലോയിൽ നമ്മൾ പറഞ്ഞു ഫ്ലോ പാരാമീറ്റേഴ്സ് ചേഞ്ചസ്. അപ്പോൾ ഈ ഒരു സപ്പോസ് ലെറ്റസ് ടേക്ക് ദിസ് ചാനൽ ബോട്ടം ഇതാണ്, വാട്ടർ സർഫസ് ഇതാണെങ്കിൽ ഇവിടെയുള്ള ഡെപ്ത് ആയിരിക്കില്ല ഇവിടെ ഉണ്ടാവുന്നത്, അതല്ല ഇവിടെ ഉള്ളത്. സോ വൈ ഈസ് ചേഞ്ചിങ്, റൈറ്റ്? അപ്പം വൈ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വാട്ടർ സർഫസ് സ്ലോപ്പ് ഒരിക്കലും ചാനൽ ബോട്ടം സ്ലോപ്പിന് പാരലൽ ആയിരിക്കില്ല. കാരണം വൈ ചേഞ്ചിങ് ആണ്. ഒരേ ഡെപ്ത് ആണെങ്കിൽ, വൈ കോൺസ്റ്റന്റ് ആണെങ്കിൽ ദിസ് ബോത്ത് സ്ലോപ്പ് വിൽ ബി പാരലൽ, അല്ലെങ്കിൽ സെയിം എന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെ ഇവിടെയുള്ള എനർജി v²/2g, അത് ഓരോ പോയിന്റിലുള്ളതും വെലോസിറ്റി സെയിം ആയിരിക്കില്ല. സോ എനർജി സ്ലോപ്പ് ഓൾസോ വിൽ ബി ഡിഫറെന്റ്. സോ ഇൻ കേസ് ഓഫ് non-uniform flow or gradually varied flow, S0 will not be equal to SW will not be equal to SF. നേരെ മറിച്ച് നമുക്ക് യൂണിഫോം ഫ്ലോയിലായിരുന്നെങ്കിൽ S0 is equal to SW is equal to SF ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബേസ് ആയിട്ട് ചാനൽ ബെഡ് സ്ലോപ്പ് എടുത്തിരുന്നത് ചെയ്തത്. അപ്പം അത് അതുപോലെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം യൂണിഫോം ഫ്ലോ ഇക്വേഷൻ ക്യാൻ ബി യൂസ്ഡ് ബട്ട് with slight modification. അപ്പോൾ മോഡിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ here whenever we are using Chassis equation in a gradually varied flow, the equation becomes V equal to C into root of R S naught ന് പകരം SF. We will be focusing on the energy slope. SF നെ ബേസ് ചെയ്തിട്ടാണ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ പറയുക. കാരണം അതാണ് ആ ഫുൾ ചാനലിന്റെ ഫ്ലോ ചേഞ്ചസിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ലോപ്പ്. ചാനൽ ബെഡ് സ്ലോപ്പ് അല്ല, എനർജി സ്ലോപ്പ് ആണ്. സോ ഹൗ Manning's equation becomes, this will be equal to V equal to 1 by n R raised to 2 by 3 S raised to half എന്നുള്ള S എന്താണ്? SF raised to half ആണ്. because S0 is not equal to SW not equal to SF ആയിരിക്കും. ഒരു ഗ്രാജുവലി വേരിയഡ് ഫ്ലോയിൽ എനർജി സ്ലോപ്പ് ലൈൻ ആണ് ആ ചാനലിന്റെ ഫ്ലോ പാരാമീറ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വെലോസിറ്റി എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? V equal to C root R SF എന്ന് എടുക്കണം. Okay. Now coming to the third assumption. What is third assumption? The channel slope of channel bottom is very small, and the fourth assumption is the channel is prismatic. ഓക്കെ, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എനർജി കറക്ഷൻ ഫാക്ടർ ഈസ് യൂണിറ്റി. എനർജി കറക്ഷൻ ഫാക്ടർ ആൽഫ ഈസ് യൂണിറ്റി. സപ്പോസ് we know that for specific energy the equation is E equal to y plus
v square by 2g ആണെന്നറിയാലോ. സപ്പോസ് ഇഫ് ഐ ടേക്ക് എ ചാനൽ ലൈക്ക് ദിസ്, ഈ ചാനലിന്റെ വാട്ടർ ഡെപ്ത് ഇതാണ്. ഇതിന്റെ വാട്ടർ വെലോസിറ്റി പ്രൊഫൈൽ വരയ്ക്കുവാണെങ്കിൽ വെലോസിറ്റി പ്രൊഫൈൽ എങ്ങനെയായിരുന്നു? വെലോസിറ്റി പ്രൊഫൈൽ വിൽ ബി ലൈക്ക് ദിസ്, ഇങ്ങനെയായിരുന്നു നമുക്കറിയാം. സോ അറ്റ് ദ ചാനൽ ബോട്ടം ദിസ് ഈസ് 0 and it will slowly increase the velocity and it will become maximum at some point below the water surface profile. ഇവിടെയാണെങ്കിൽ ഒരു ഡിപ്പ് ഉണ്ടാവും, ഇതാണ് മാക്സ് വാട്ടർ സർഫസിലെ വെലോസിറ്റി. അപ്പോൾ നമുക്കറിയാം ഓരോ ഡെപ്തിലും ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്യുവാണ്. പക്ഷെ നമ്മൾ ഇക്വേഷനിൽ യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ പ്രോബ്ലത്തിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു സിംഗിൾ വെലോസിറ്റി ലെറ്റ് v equal to 20 meter per second എന്നാണ് എടുക്കുന്നത് അല്ലേ. by assuming that this is a constant throughout the section or suppose taking as average velocity. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എടുക്കുന്നതിന് പകരം ശരിക്കും ഈ ഇക്വേഷൻ എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ this should be equal to E equal to y plus alpha v square by 2g ആണ്, where alpha is the correction given to this velocity. പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആൽഫ എന്നുള്ള കറക്ഷൻ ഫാക്ടർ എന്തായിട്ട് എടുക്കുന്നു? യൂണിറ്റി ആയിട്ട് എടുക്കുന്നു. യൂണിറ്റി ആയിട്ട് എടുക്കുമ്പോൾ എന്ത് പറ്റും? ഇതിങ്ങനെ മാറിക്കോളും. ഓക്കെ, സോ we have taken here the assumption as energy correction factor alpha is unity. Next assumption is the roughness coefficient is independent of depth of flow and is constant. So these are the 6 assumptions used in the case of derivation of dynamic equation of gradually varied flow. Now let us see how to derive the equation. For that purpose, let us take a channel. ചാനൽ എടുത്തിരിക്കുന്നു. ചാനലിന്റെ ബെഡ് സ്ലോപ്പ് S0 ആണ്, വാട്ടർ സർഫസ് സ്ലോപ്പ് SW ആണ്, എനർജി സ്ലോപ്പ് SF ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒന്നും സെയിം അല്ല, കോൺസ്റ്റന്റ് വാല്യൂ ഇല്ല. Z is varying. Suppose here the Z value is Z1, ഇവിടെ Z2 ആയിരിക്കും, Z3 ആയിരിക്കും, Z4 ആയിരിക്കും, അങ്ങനെ ഓരോ പൊസിഷനിലും മാറുന്നതാണ്. Or ഈ along the flow direction, let the flow direction be X. This all parameters keep changing. Okay, so with respect to x, all parameters z, y, v square by 2g etc. will be changing, and S0 will be equal to S0, SW will not be equal to SF. അപ്പോൾ നമ്മൾ ഈ based on this channel, ഈ ചാനലിന്റെ വാട്ടർ സർഫസ് പ്രൊഫൈൽ ഇതാണ്. ഓക്കെ, ആ ചാനലിന്റെ ടോട്ടൽ എനർജി നമ്മളൊന്ന് എടുക്കുകയാണ്. വാട്ട് ഈസ് ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി ക്യാൻ ബി റെപ്രസെന്റഡ് ഫ്രം ഹിയർ ടു ഹിയർ, represented as H. അപ്പോൾ H എന്തായിരിക്കും? H will be equal to Z plus Y plus V square by 2G. Or I can write H equal to Z plus E, അല്ലേ? Where E is equal to Y plus V square by 2G. Right? പക്ഷേ for a gradually varied flow, these variables, these parameters, these properties keep on changing along the direction of the channel, along the direction of flow. X with respect to x ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്നതാണ്. കാരണം ഇവിടെയുള്ള Z1 അല്ല, ഇവിടെയുള്ള Z2 അല്ല, ഇവിടെയുള്ള Z3, ഇതിങ്ങനെ മാറി വരുന്നതാണ്. അപ്പം we will first differentiate this equation with respect to x. അപ്പം differentiating this with respect to x, the equation becomes dh by dx equal to dz by dx plus dy by dx plus dv square by 2g with respect to x. Okay, or I can write ഈ equation ആണെന്ന് എങ്ങനെ എഴുതാം? dh by dx equal to dz by dx plus de by dx, ഇങ്ങനെ എഴുതാം അല്ലേ? ഞാൻ രണ്ട് രീതിയിൽ ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. Okay, now we will be focusing on this equation. Let us focus on this equation. What is dh by dx? dh by dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലൈൻ ആണല്ലോ dh by dx, x. If I take the slope SF, what is SF? It will be simply dh by dx ആയിരിക്കും. അതുപോലെ SW എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ that will be dy by dx. x0 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? dz by dx ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ചേഞ്ചസ് h മാറുന്നതിനനുസരിച്ചാണ് ഈ സ്ലോപ്പ് ഡെവലപ്പ് ആവുന്നത്. സോ SF is dh by dx. അപ്പോൾ നമ്മൾ ഈ dh by dx നെ നമ്മളൊന്ന് എനർജി ലൈൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. സോ we have dh by dx as it represent the energy slope SF. ഇനി ഇതിന് മുന്നിൽ ഞാനൊരു മൈനസ് സിഗ്നേച്ചർ കൊടുക്കുകയാണ്. കാരണം മൈനസ് റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ടോട്ടൽ എനർജി എത്രയാണോ അത് എപ്പോഴും ഡിക്രീസ് ആണ് ടുവേർഡ്സ് ദ ഫ്ലോ ഡയറക്ഷൻ. എപ്പോഴും അത് ഡിക്രീസിങ് എന്താ ടുവേർഡ്സ് ദ ഫ്ലോ ഡയറക്ഷൻ ടു അലോങ് ദ എക്സ് ഡയറക്ഷൻ അതൊരിക്കലും കൂടാൻ പോകുന്നില്ല, അത് എപ്പോഴും കുറഞ്ഞു കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ dh by dx equal to minus hf എന്നാണ് SF എന്നാണ് കൊടുക്കുന്നത്. Where this is the energy slope. അതുപോലെ തന്നെ dz by dx എന്താണത്? that is equal to channel bed slope ആണ്. again ഇതും flow directionലെ downward decreasing nature ആണ്. so this is also given as
S naught. This is the channel bottom slope. Okay, അതേപോലെ സപ്പോസ് ഇഫ് യു ആർ ടേക്കിംഗ് dy by dx, ഞാൻ ഇവിടെ dy by dx മാറ്റുന്നൊന്നുമില്ല. dy by dx എടുക്കുമായിരുന്നെങ്കിൽ എന്ത് കൊടുക്കായിരുന്നു, അതും ചാനൽ വാട്ടർ സ്ലോപ്പ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഇത് മാറ്റുന്നില്ല. സിംപ്ലി we will represent it as channel water slope. But we will in the equation we will keep it as such. ഇനി നമുക്ക് അവിടെ എടുക്കാനുള്ള ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. എന്താണ്? dv² by 2g. റൈറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻ ആദ്യം ഞാൻ ഇങ്ങനെ ഒന്ന് മാറ്റുന്നു. ഇക്വേഷൻ എങ്ങനെ മാറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ d by dx of v സ്ക്വയറിന് പകരം q സ്ക്വയർ ബൈ 2g a സ്ക്വയർ എന്ന് കൊടുക്കുന്നു. കൊടുത്തൂടെ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ we have q is equal to ab or v is equal to q by a or v square equal to q square by a square ആണല്ലോ. അങ്ങനെ കൊടുക്കാം. പക്ഷേ what is a? If I take a rectangular channel, a എന്ന് പറഞ്ഞാൽ എന്താ? b into y ആണല്ലേ. So here a depends upon y. A will never depend upon x. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. So first we have to take with respect to y. But y depends upon x ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാണ് മാറ്റുന്നത് വെച്ചാൽ this equation will become first a depends upon y, so we will derive it with respect to y, d by dy of q square by 2g a square. പക്ഷെ അപ്പോൾ ഇതാവില്ലല്ലോ, ഈ ഇക്വേഷൻ ആവില്ലല്ലോ. So next what we will do, we will take derivative of y with respect to x. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായി മാറി? ഇത് ഇങ്ങനെയായി മാറി. ഇനി ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ആ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് എന്താ കൊടുക്കേണ്ടത്? ഫസ്റ്റ് ഇക്വേഷൻ ഈസ് dh by dx is equal to dz by dx plus dy by dx plus dv square by 2g by dx ആണ്. ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ പോവാണ്. സോ ദ ഇക്വേഷൻ ബിക്കംസ് ലൈക്ക് ദിസ്: minus sf is equal to minus s naught plus dy by dx. okay, plus ഇവിടെ എന്താ കൊടുക്കുന്നു? ഇതാണ് കൊടുക്കാൻ പോകുന്നത്. സോ d by dy of q square by 2g a square into dy by dx. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ let us take derivative of q square by 2g a square. So how the derivative of q square by 2g a square will be? അപ്പോൾ q square പോസിറ്റീവ് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക, ഡിവൈഡഡ് ബൈ 2g ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക, then d by dy of a raised to minus 2 എടുക്കുക. okay, so this will be equal to, നമ്മൾ ഇത് മാത്രം ചെയ്യാൻ പോവാണ്. so this will be equal to q square by 2g into minus 2 into a raised to minus 2 minus 1. so a raised to minus 2 minus 1 will be minus 3 into derivative of a with respect to y. okay, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. so this will be again 2 and 2 cancel ആയി. so the answer will be minus q square by g a cube. what is derivative of a with respect to y? derivative of a with respect to y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ derivative of by with respect to y. by ആണ് rectangular channelന്റെ ഏരിയ. so that will be equal to b ആയിരിക്കും അല്ലേ. b എന്ന് പറഞ്ഞാൽ ടോപ്പ് വിഡ്ത്ത് ആണല്ലോ, ബോട്ടം വിഡ്ത്തും ടോപ്പ് വിഡ്ത്തും സെയിം ആണല്ലോ rectangular channel. so I can write it as simply as t. da by dy എന്ന് പറയുന്നത് എന്തായിരിക്കും? t ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ da by dy ക്ക് ഇവിടെ എന്ത് കൊടുക്കുന്നു? t ആയിട്ട് കൊടുക്കാം into t. അപ്പോൾ ഇതാണ് ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. so substituting these we will get the equation as s naught ഇങ്ങോട്ട് എടുക്കാൻ പോവാണ്. s naught minus sf, this is equal to dy by dx minus q square t by g a cube into dy by dx. okay, ഇതിൽ ഇത് dy by dx പുറത്തേക്ക് എടുക്കുന്നു. so dy by dx പുറത്തേക്ക് എടുത്താൽ 1 minus q square t by g a cube എന്നാവും. okay, so ഞാനിവിടെ ഡൈനാമിക് ഇക്വേഷൻ ഓഫ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ ആണ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ. അപ്പം ചാനലിൽ എല്ലാ പാരാമീറ്റേഴ്സും അലോങ് ദ ഫ്ലോ ഡയറക്ഷൻ മാറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ഫ്ലോ പാരാമീറ്റേഴ്സും അലോങ് ദി ചാനൽ അലോങ് ദി എക്സ് ഡയറക്ഷൻ മാറുന്നുണ്ട് പറഞ്ഞു. അപ്പം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചാനലിന്റെ വാട്ടർ ഡെപ്ത് വൈനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ചാനൽ വാട്ടർ ഡെപ്ത് വൈനെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡൈനാമിക് ഇക്വേഷൻ ഓഫ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ അത് dy by dx ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് പറയാം, അതാണ് വാട്ടർ സർഫസ് സ്ലോപ്പ് എന്ന് പറയാം. അപ്പോൾ dy by dx എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുവാണെങ്കിൽ dy by dx will be equal to s naught
minus SF whole divided by 1 minus Q square T by G A cube ആണ് ഉത്തരമായിട്ട് വരിക. അപ്പം ഇതാണ് ഒരു gradually varied flow യുടെ differential equation. That is why water doth change along the x direction or dy by dx is equal to S naught minus SF whole divided by 1 minus Q square T by G A cube. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൈനാമിക് ഇക്വേഷൻ ഫോർ ഗ്രാജുവലി വേരിയഡ് ഫ്ലോ. ഇതൊന്ന് ഡെറിവേഷൻ തന്നെ നോക്കിയിരുന്ന് പഠിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക.